നല്ല സന്ധ്യയ്ക്കായിട്ട് വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ 32 മുതലുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. അനനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ, പക്ഷപാതക്കാരനായിരുന്ന ഒരു മനുഷ്യനെ അപ്പോസ്തലനായ പത്രോസ് സൗഖ്യമാക്കിയത് സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ 9 അത്ഭുത പ്രവൃത്തികളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിലൊന്ന് 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ട്, നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളുകളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീഥ ഞങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്ന് പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീഥയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവളുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോർക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടും കൂടെ വളരെ നാൾ യോപ്പയിൽ താമസിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഗം പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസിനാൽ നടത്തപ്പെട്ട, പത്രോസിനാൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുത്ത ധാരാളം അത്ഭുത പ്രവൃത്തികൾ, അഥവാ 9 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. തബീഥയെ ഉയർപ്പിച്ചു. തബീഥയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഗ്രീക്കിൽ ഡോർക്കസ് എന്നാണ്. അരാമിക് ഭാഷയില് ഗസൽ എന്നാണ്. അതിന്റെ അർത്ഥം കൃപയുള്ളത് എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേടമാൻ എന്നർത്ഥമുള്ള തബീഥ. തബീഥ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലേക്ക് വരുമ്പോ പേടമാൻ എന്ന അർത്ഥമാകുന്നു. എന്നാൽ അരാമിക് ഭാഷയിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ മീനിങ് കൃപയുള്ളത് എന്നാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. തബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്ത് വന്നിരുന്നു. അങ്ങനെ ഒരു നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന വിരാടകമ്പയായ കാരുണ്യമുള്ള മനസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു തബീഥ, അഥവാ ഡോർക്കസ്. ദീനം പിടിച്ച് തബീഥ മരിച്ചു.
അവളെ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തി. സബീതയുടെ മരണം എല്ലാവരെയും വളരെയേറെ വേദനിപ്പിച്ചു. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കാരണം നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു സബീത. എല്ലാവർക്കും സബീതയെ വളരെ ഇഷ്ടമായിരുന്നു. സബീതയുടെ മരണം നാട്ടിലെങ്ങും വളരെ ദുഃഖത്തിന് കാരണമാക്കി തീർത്തു. അത് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ ലുദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് പത്രോസ് താമസിച്ചു വരുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് പത്രോസിനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പിക്കാം എന്ന് കരുതിയ രണ്ടുപേരെ പത്രോസിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. പത്രോസ് താമസിയാതെ അവിടെ ചെന്നു. ആ മുറിയിലേക്ക് പത്രോസ് കടന്നു ചെന്നു. മാളിമുറിയിൽ ചെല്ലുമ്പോൾ ഒരു വലിയ ദീനരോധനമാണ്. ധാരാളം വിധവമാർ, ധാരാളം ആളുകൾ പദം പറഞ്ഞിരുന്ന് കരയുന്നു. എന്താണ് അവർ പദം പറയുന്നത്? അവൾ കൊടുത്ത വസ്ത്രവും അവൾ കൊടുത്ത മറ്റു കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ വർണ്ണനകൾ നടത്തി, ഇനി ഞങ്ങൾക്കാരാണ് ഇങ്ങനെ ചെയ്തു തരാനായിട്ടുള്ളത് എന്നെല്ലാം ചോദിച്ച് അവരൊക്കെ വളരെ സങ്കടത്തിലാണ്. പത്രോസ് ചെന്ന് അവരെല്ലാവരെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞ് സബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ രാത്രിയിൽ ഒരു ചിന്ത നമ്മൾ ആരംഭിക്കുന്നത്. മരിച്ചുപോയ സബീതയെ പത്രോസ് ഉയർപ്പിച്ചതാണ് രംഗം. സബീത കുമ്മി എന്ന് അവളെ നോക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, സബീതയെ എഴുന്നേൽക്ക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പള്ളിപ്രമാണിയുടെ മകളെ കർത്താവ് ഉയർപ്പിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാല എഴുന്നേൽക്ക. ബാല എഴുന്നേൽക്ക എന്നുള്ളതിന്റെ അരാമിക് വേർഡ് ഇങ്ങനെയാണ്, തലീദ കൂമി എന്നാണ്. ബാല എഴുന്നേൽക്കുക. അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, തലീദ കൂമി, ബാല എഴുന്നേൽക്കുക, ലിറ്റിൽ ഗേൾ ഗെറ്റപ്പ് എന്ന് യേശു പള്ളിപ്രമാണിയുടെ മകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉടനെ അവൾ എഴുന്നേറ്റു. അതേ പാറ്റേൺ അങ്ങനെ തന്നെ സബീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട്, അവളുടെ ശവത്തെ നോക്കിക്കൊണ്ട് പത്രോസ് ആവർത്തിച്ചു. പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, സബീത കൂമി, സബീതയെ എഴുന്നേൽക്കുക. ശരിക്കും അത് അരാമിക് വേർഡിങ് കൂമി എന്നില്ല, കൂം എന്നാണ്. KUM, കൂം, എഴുന്നേൽക്കുക. സബീത കൂമി, ബാലെ എഴുന്നേൽക്കുക. ദൈവവചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിർജീവമായ ചിലതിന്റെ നേരെ നോക്കി യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ കെട്ടുകൾ അഴിയുന്നു, ബന്ധനങ്ങൾ മാറിപ്പോകുന്നു. എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും കൊണ്ട് അവൾ പോയി എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. സബീതയെ എഴുന്നേൽക്കുക, സബീത കൂമി എന്ന് പറഞ്ഞ് അവളുടെ കൈക്ക് പിടിച്ചു. എന്ത് സംഭവിച്ചു?
അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്തു, അവളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. പത്രോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിനെ ഉപയോഗിച്ചത് കണ്ട് അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനേകർക്ക് പ്രയോജനപ്പെടണം. ചില ചാവാറായ ശേഷിപ്പുകളെ എഴുന്നേൽപ്പിക്കാൻ, ചില നിർജീവമായ സാഹചര്യങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞതുപോലെ തലീത കൂമി എന്ന് പറയാൻ, പത്രോസ് പറഞ്ഞതുപോലെ തബീത കൂമി എന്ന് പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്. നിദ്ര വിട്ടുണരാൻ, ബന്ധനങ്ങൾ വിട്ട് എഴുന്നേൽക്കാൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തബീതയെ പത്രോസ് എഴുന്നേൽപ്പിച്ചു. എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? യോപ്പയിലാണ്. യോപ്പ എന്ന് പറയുന്നത് അതൊരു തുറമുഖ നഗരമാണ്. ഇപ്പോഴത്തെ അതിന്റെ പേര് ജാഫ എന്നാണ്. അതൊരു തുറമുഖ നഗരമാണ്. അതിന്റെ ഒരു ഭാഗത്ത് പോയി നിന്നാൽ സൂര്യോദയവും കാണാം, സൂര്യാസ്തമനവും കാണാം. നമ്മുടെ കന്യാകുമാരി പോലെ. അങ്ങനെ വളരെ വിശാലമായ മെഡിറ്ററേനിയൻ കടലിലെ വളരെ വിശാലമായ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ഇന്ന് ജാഫ. വേദപുസ്തകത്തിൽ പറയുന്ന യോപ്പ. യോപ്പയിൽ നിന്ന് 16 കിലോമീറ്റർ മാറിയാണ് ലൂദ്ദ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് പത്രോസ് താമസിച്ചു കൊണ്ടിരുന്നത്. ഷാരോനിലെ പനിനീർ പൂക്കൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഷാരോൻ യോപ്പയിൽ നിന്നും വടക്കോട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന വളരെ ഫലഭൂയിഷ്ടമായ ഒരു സമതല പ്രദേശമാണ് ഷാരോൻ. അത് വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. അപ്പോൾ പത്രോസിന്റെ 2 അത്ഭുത പ്രവൃത്തികൾ നമ്മൾ പഠിച്ചു. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഐനിയാസിനെ സൗഖ്യമാക്കി. പക്ഷപാതക്കാരനായ ഐനിയാസിനെ സൗഖ്യമാക്കി. പത്രോസിന്റെ 9 അത്ഭുത പ്രവൃത്തികൾ. ഒന്ന്, തബിതയെ ഉയർപ്പിച്ചത്. 36 മുതൽ 41 വരെ. 2, ഐനിയാസിനെ സൗഖ്യമാക്കിയത്. 32 മുതൽ 35 വരെ. ഈ സംഭവം യോപ്പയിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അനേകർ കർത്താവിൽ വിശ്വസിക്കാൻ അത് കാരണമായി. അനേകർ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മിലൂടെ നടക്കും, നമ്മിലും നടക്കും. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നും ധാരാളം വിടുതൽ കർത്താവ് നൽകുന്നു. അനേകം രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ് ഇന്നും അത് സംഭവിക്കുന്നു. ഗ്രാമങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെന്നാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന വിടുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ണിന്റെ മുൻപിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവരുടെ ചില രോഗത്തിന് വിടുതൽ കൊടുക്കുന്നത്
മന്ത്രമോ മാജിക്കോ ഒന്നും അല്ലല്ലോ. നമ്മളും നമ്മളെപ്പോലെയുള്ളവരും സാധാരണക്കാരായ നമ്മൾ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വിടുതൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. സാത്താൻ ഇറങ്ങിപ്പോകും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ ഇപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പറയണം, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രവൃത്തികൾ എന്റെ ജീവിതത്തിലും ഒന്ന് വെളിപ്പെട്ടു വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ആ ഭാഗം വിടട്ടെ. ഒന്ന്, സബീതയെ ഉയർപ്പിച്ചു. 2, ഐനയാസിനെ സൗഖ്യമാക്കി. മറ്റൊന്ന്, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് കടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലടിക്കേണ്ടതിന് ധാരാളം രോഗികളെ പത്രോസ് കടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. പത്രോസിന്റെ നിഴലടിച്ച് അനേകർ സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഗലീല കടലിൽ കേവലം മുക്കുവനായി മീൻ പിടിച്ചു നടന്ന പത്രോസേ, നീ ഇന്ന് നിന്റെ നിഴലിന് പോലും വില കൽപ്പിക്കപ്പെടുന്ന സ്ഥാനത്തായി. പത്രോസിന്റെ നിഴലിന് പോലും പവറായി. പത്രോസിന്റെ വാക്കുകൾക്കും വസ്ത്രത്തിനും ശരീരത്തിനും വാക്കുകൾക്കും ശക്തിയായി. എന്തേ കാരണം? പൗലോസ് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായ നിയന്ത്രണത്തിലായി. നമ്മൾക്കൊക്കെ കഴിയാതെ പോകുന്നതിന്റെ കാരണം നമ്മൾ ഇപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് ദൈവാത്മാവിന് നമ്മളെ ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം. ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ എന്റെ ദൈവം അനേകരുടെ വിടുതലിനായിട്ട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അനേകരുടെ വിടുതലിന് വേണ്ടി, അനേകരുടെ ഉയർപ്പിന് വേണ്ടി, അനേകരുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവേ എന്നെ അങ്ങ് ഉപയോഗിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോ 5-14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാനാവ്യാധികളിൽപ്പെട്ടവർ പത്രോസിന്റെ നിഴലടിക്കുമ്പോൾ സൗഖ്യം വരുമെന്നുള്ള വിശ്വാസത്തോടെ വഴിയരികൾ കൊണ്ടുവന്ന് കിടത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ അറിയാം എത്രമാത്രം യേശുവിന്റെ പ്രവൃത്തിയിൽ ആ ജനം വിശ്വസിച്ചു, ശിഷ്യന്മാർ വിശ്വസിച്ചു. അവരുടെ പ്രാർത്ഥനയാലും പ്രവൃത്തിയാലും എത്രമാത്രം സഭ വളർന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പത്രോസിന്റെ 3-ാമത്തെ അത്ഭുത പ്രവൃത്തിയാണ് നമ്മൾ വായിച്ചത്. മറ്റൊന്ന്, പ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 17 മുതൽ 25 വരെ. പത്രോസും യോഹന്നാനും ജയിലിലായ സന്ദർഭമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ഇപ്പോൾ പത്രോസും യോഹന്നാനും എവിടെയാണ്? തടവിലാണ്. അവനെ തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു. സന്നിധിയിൽ സംഘം ഇട്ട ലോക്ക്, റോമൻ ഗവൺമെന്റ് ഇട്ട ലോക്ക്, സ്വർഗത്തിലെ ദൂതൻ വന്ന് തുറന്നു. ദൈവമക്കളെ, അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്നു.
പത്രോസിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവർ കാണുകയാണ്. നമ്മുടെ ഗോവിന്ദസ്വാമി ചാടിയതുപോലെയല്ല, ഇത് കർത്താവിനാൽ നടന്ന അത്ഭുത പ്രവൃത്തിയാണ്. കർത്താവ് ഇവർ കിടന്ന സെല്ലിന്റെ വാതിൽ തുറന്നു, ദൂതനെ അയച്ചു തുറന്നു, അവരെ പുറത്തു കൊണ്ടുവന്നു. അവർ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ. അവർ കേട്ടു. പുലർച്ചയ്ക്ക് ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും സദൂക്യരും പരീശന്മാരും അന്തം വിട്ടുപോയി. ഇന്നലെ രാത്രി ജയിലിൽ അടച്ചവർ ഇന്നിതാ യെരൂശലേം ദൈവാലയത്തിൽ രാവിലെ പ്രസംഗിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെന്തൊരു മാർഗം? ദൈവം അറിയാതെ ഒന്നുമില്ല. നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നുമില്ല ദൈവമക്കളെ. എല്ലാം അറിയുന്ന ദൈവം, നമ്മുടെ തടവറകളെ എണ്ണുന്ന ദൈവം, തടവറയിലെ നമ്മുടെ ദിനങ്ങളെ എണ്ണുന്ന കർത്താവ്, ഉചിതമായ സമയത്ത് വിടുവിപ്പാൻ ശക്തനായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടാളിയാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ സഖിയാണ്, നമ്മുടെ നാഥനാണ്, നമ്മുടെ സർവസ്വവുമാണ്. ഇത്ര വലിയ രക്ഷകൻ വേറെയില്ല ഒഴിയിൽ. ഇത്ര നല്ല കർത്താവൻ വേറെയില്ല ഈ ലോകത്ത്. എന്നെ ചേർക്കാൻ, എന്നെ നടത്താൻ, എന്നെ രക്ഷിപ്പാൻ, എനിക്ക് സൗഖ്യം തരാൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പതറിപ്പോകാതെ, ജയിലെങ്കിൽ ജയിൽ, എവിടെ ചെന്ന് നമ്മൾ അകപ്പെട്ടാലും അവിടെ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നൊരു ദൈവം നമ്മൾക്കുണ്ട്. ചെന്ന് ചാടുന്ന അനർത്ഥങ്ങളുടെ നടുവിൽ നിന്ന് അത്ഭുതകരമായൊരു വിടുതൽ. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർ കൊതിയോടെ പ്രാർത്ഥിക്കുമോ? എന്റെ ജീവിതത്തിലും വിടുതൽ വേണ്ട ചില മേഖലകളുണ്ട്. ഞാൻ വിടുവിക്കപ്പെടേണ്ട ചില സ്ഥാനങ്ങളുണ്ട്. ഞാൻ എഴുന്നേറ്റ് പോകേണ്ട ചില ഇരിപ്പിടങ്ങളുണ്ട്. ഞാൻ എഴുന്നേറ്റ് ഓടേണ്ട ചില കിടപ്പിടങ്ങളുണ്ട്. കർത്താവേ, പത്രോസിന്റെ ദൈവം എന്റെയും ദൈവമാണ്. പിന്മാറ്റം ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും, കുറവുകൾ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും, അതിനെ ഒന്നിനെയും കണക്കിടാതെ കർത്താവ് തന്റെ പ്രവൃത്തികൾ നിർവഹിക്കേണ്ടതിന് പത്രോസിനെ തെരഞ്ഞെടുത്തതുപോലെ ഇന്ന് ഈ ഡിവൈസിൽ സംബന്ധിക്കുന്ന നമ്മെ ഏറ്റെടുത്തിട്ട് നമ്മിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരാൻ ഈ വചനം കേൾക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. ഒരു വാക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടോ? കർത്താവേ, നീ എന്താണ് എന്നെ ഉപയോഗിക്കാത്തത്? എന്നെ പോലെ പലതഴക്കങ്ങളില്ലാത്ത കാട്ടുപ്രാക്കളായ, പാരമ്പര്യമോ മഹിമയോ പറയാനില്ലാത്ത എത്രയോ പേരെ കർത്താവ് എടുത്തുപയോഗിക്കുന്ന ദൈവമക്കളെ, അവന്റെ കൈ കീഴിൽ താണിരുന്നാൽ അവൻ തക്ക സമയത്ത് ഉയർപ്പിക്കും. ആദിവാസിയാണോ, വന്നവാസിയാണോ, വെളുത്തവനാണോ, കറുത്തവനാണോ, സവർണ വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല. അവന്റെ കൈക്കീഴ് താണിരിക്കുന്നവരെ അവൻ വിടുവിക്കും, അവൻ എഴുന്നേൽപ്പിക്കും, അവൻ അനുഗ്രഹിക്കും, അവൻ വളർത്തും, അവൻ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ പത്രോസിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കാര്യം നമ്മൾ കണ്ടു. അടുത്തത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ
1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ്. ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ദൈവാലയത്തിന്റെ ഗോപുരത്തെങ്കിൽ ഇരുന്നിരുന്നു. അനേകം ആളുകളുടെ കയ്യിൽ നിന്ന് ഭിക്ഷാടനം നടത്തി ഉപജീവനം നടത്തുവാൻ ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് സമീപം, ആലയത്തിന്റെ വാതിലിന്റെ സമീപം പോയിരുന്ന ജന്മനാ മുടന്തനായ, ഗർഭം മുതൽ മുടന്തനായ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കുവി, ഞങ്ങളുടെ കയ്യിൽ പൊന്നില്ല, വെള്ളിയില്ല, നിനക്കാവശ്യം അതാണല്ലോ, അത് തരാനുള്ളതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ആ മനുഷ്യൻ അന്തം വിട്ട് നോക്കിയിരുന്നു. എന്താണ് ഇവർ ഈ പറയുന്നത്? ഉടനെ പത്രോസ് ഒരു മറുപടി കൊടുത്തു. ഞങ്ങളുടെ കയ്യിലുള്ള യേശു എന്ന നാമമുണ്ടല്ലോ, ആ നാമത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ആ മുടന്തനായവന്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ തുള്ളിയും ചാടിയും കൊണ്ട് പോയി. ദൈവമക്കളെ, ദൈവത്തിന് നന്ദിയോടെ കർത്താവേ, ഞാൻ എന്റെ ജീവിത അന്ത്യത്തോട് ഞാൻ ഓരോ ദിവസം ചെല്ലുന്തോറും അടുക്കുകയാണ്. അങ്ങയുടെ നാമത്താലുള്ള വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കാൻ ഈ ജീവിതത്തിലിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ആരൊക്കെ പ്രാർത്ഥിക്കും? ആരുടെയെല്ലാം ഉള്ളങ്ങളിൽ ആ വാഞ്ചയുണ്ട്? എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ മെരുങ്ങുന്ന ഒരു ആയുധമായി തീരണമെന്ന് പത്രോസ് നമ്മുടെ മുൻപിൽ ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. ദീർഘകാലം മുക്കുവ പണിയും കുടുംബവുമായി ജീവിച്ച പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയ അന്നാളിൽ പടകും വലിയും വലിച്ചെറിഞ്ഞിട്ട് വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഉറച്ച് മേല് കീഴ് നോക്കാതെ അവന്റെ പിറകെ ഇറങ്ങിപ്പോയി. അവൻ പത്രോസിനെ നന്നായിട്ട് ഉപയോഗിച്ചു. തന്നോട് കൂടെ നടന്ന കാലത്തേക്കാൾ അധികം കർത്താവ് ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ഇവരൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. ദൈവം നമുക്കറിയുന്ന പത്രോസിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവ് എന്റെയും കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യനെ പത്രോസ് എഴുന്നേൽപ്പിച്ചു. അടുത്തത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5:1 മുതൽ 10 വരെയാണ്. അനന്യാസിന്റെയും സഫീറയുടെയും മരണം. അതും പത്രോസിലൂടെ ദൈവം ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു. നിങ്ങൾക്ക് ആ ഭാഗം എടുക്കാം, സ്വയം വായിക്കാം, സ്വയം പരിശോധിക്കാം, സ്വയം ചിന്തിക്കാം. വ്യാജം പ്രവർത്തിച്ചു ഭർത്താവും ഭാര്യയും. ഭർത്താവ് വ്യാജം പറഞ്ഞത് ഭാര്യ അറിഞ്ഞില്ല. അങ്ങനെയാണല്ലോ. ഇത്രയ്ക്കോ സ്ഥലം വിറ്റത എന്നുള്ള ചോദ്യത്തിന് യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു, അതെ, ഇത്രയ്ക്ക് തന്നെ. പരിശുദ്ധാത്മാവിനെതിരായി ചെയ്തു പോയ തെറ്റിനാൽ പത്രോസിലൂടെ ദൈവാത്മാവ് പ്രവർത്തിച്ചു. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ജ്വാലയോടുകൂടിയ വചനമെന്ന വാൾ അവരെ വീഴിച്ചു. എത്ര വ്യക്തവും കൃത്യവുമായിട്ടാണ് ദൈവാത്മാവ് ഇടപെട്ടത്. അനന്യാസേ, സഫീറയെ, നിങ്ങൾ വ്യാജം പറഞ്ഞത് ശരിയായില്ല. പത്രോസിലൂടെ ഒരു അത്ഭുതം നടന്നത് അവരെ രണ്ടുപേരെയും മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ആത്മാവിനെതിരായി, പത്രോസിനെതിരായി ആത്മാവിനെതിരായി സംസാരിച്ചപ്പോൾ അവർക്ക് ക്ഷതമേറ്റു.
രണ്ടുപേർ അതേ സ്ഥാനത്ത് മരിച്ചു വീണു. പത്രോസിന്റെ ജീവിത യാത്രയിൽ എന്നും അവൻ ഓർക്കും. അവനത് വിസ്മരിക്കാൻ പറ്റില്ല. ദൈവം അവൻ ഉപയോഗിച്ച നാളുകളും മാർഗങ്ങളും. ഈ ഡിവൈസിന്റെ മുൻപിലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്കാർക്കെങ്കിലും സാധിക്കുമോ ദൈവം ചെയ്ത നന്മകളെ വിസ്മരിക്കാൻ? എങ്ങനെ മറക്കാൻ കഴിയും? ദൈവം ഉപയോഗിച്ച വ്യക്തികൾ, അനന്യാസും സഫീറയും വീണു മരിച്ചു. മറ്റൊന്ന്, ഏഴാമത്തേതാ അപ്പോസ്തലപ്രവൃത്തികൾ 12:1 മുതൽ 10 വരെയാണ് പത്രോസ് ചെയ്ത ഏഴാമത്തെ അത്ഭുത പ്രവൃത്തി. എന്തായിരുന്നു? യാക്കോബിനെ വാളുകൊണ്ട് വന്നത് യഹൂദ പ്രമാണിമാർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പ്രീതി നേടാനായി ഹെരോദാവ് ചെയ്ത കടുങ്കൈയാണ് പത്രോസിനെയും പിടിച്ചു ജയിലിലാക്കി, കാവൽക്കാരെ നിർത്തി. ദൈവത്തിന് ജീവിതത്തിന്റെ തിരിഞ്ഞുപോയ വഴികളിൽ, മാറിപ്പോയ പാതകളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം പത്രോസ് കിടന്ന കാരാഗൃഹത്തിനകത്തേക്ക് അവന്റെ ദൂതനെ വിട്ടു. മുൻ പതിവ് പോലെ പത്രോസ് കാരാഗൃഹത്തിൽ കിടന്ന് മരണത്തെ മുഖാമുഖം കണ്ട് തന്റെ കഴുത്തിൽ വീഴാൻ പോകുന്ന വാളിനെ സ്വപ്നം കണ്ട് പത്രോസ് ജയിലറയ്ക്കകത്ത് കഴിയുകയാണ്. ഞാനൊരു സന്ദേശം പറയട്ടെ. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഭരണാധികാരികളോ അധികാരവർഗങ്ങളോ നമ്മളെ ബന്ധിച്ച് തടവറയ്ക്കകത്താക്കിയാലും തടവറയ്ക്കകത്ത് ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ടെന്ന് ഈ 60 ഡിവൈസിന്റെയും മുൻപിലിരിക്കുന്നവർ മറന്നുകൂടാ. അങ്ങനെ ഒരു അപ്പൻ നമ്മൾക്കുണ്ട്. അവനെ സ്നേഹിക്കുന്നത് തമാശയല്ല, അവന് വേണ്ടി യജ്ഞിക്കുന്നത് വൃഥാവല്ല, അവന് വേണ്ടി സംസാരിക്കുന്നത് പാടല്ല. ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. പത്രോസിനെ ദൈവം ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. യാക്കോബിനെ പിടിച്ചത് സന്തോഷമായി എന്നറിഞ്ഞപ്പോൾ പത്രോസിനെയും പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. ഈ വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി ധാരാളം ദൈവമക്കൾ മുട്ടുകുത്തിക്കിടന്ന് തലതല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവെന്നില്ല പകലെന്നില്ല അവർ കിടന്ന് സങ്കടമൂറി പ്രാർത്ഥിച്ചു. വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചു. അനന്തരഫലം ദൈവം ആ കാര്യത്തിൽ ഇടപെട്ടു. ദൈവം പ്രവർത്തിച്ചു. ചെറുതും വലുതുമായ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ശക്തനായ ഉൾക്കരുത്തുള്ള ഒരു കർത്താവിനെ എനിക്ക് രക്ഷകനായി ലഭിച്ചല്ലോ എന്നുള്ള തികഞ്ഞ ബോധ്യം ദൈവമക്കളെ ഭരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവനെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. രോധ എന്ന് പറയുന്ന പെൺകുട്ടി അതിരാവിലെ വാതിലിൽ മുട്ടുന്ന മുട്ട് കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇതാ നിൽക്കുന്നു പത്രോസിന്റെ ജീവിതത്തിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ ചെയ്തു. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ എത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്തതും ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ
വലിയ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തെടുക്കാൻ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ പത്രോസ് ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിന്റെ മുൻപിൽ പ്രത്യക്ഷനാകുകയാണ്. എന്തേ കാരണം? പത്രോസിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തെടുക്കുന്നു. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ. എട്ടാമത്തേത് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രജാതികളിൽ നിന്ന് ബാപ്റ്റിസം സ്വീകരിച്ച് ആദ്യം സഭയോട് ചേർന്ന കുടുംബമാണ് കൊർന്നല്യോസിന്റെ കുടുംബം. കൊർന്നല്യോസിന്റെ ഭവനം ഏറ്റവും അടുത്തായിരുന്നു. കൊർന്നല്യോസിലൂടെയും ദൈവം പ്രവർത്തിച്ചു. ജാതികളിൽ നിന്ന് ധാരാളം ആളുകൾ വിശ്വാസത്തിൽ വന്നു. അവർക്കെല്ലാം വിശ്വാസത്തിൽ വരാനുള്ള തിടുക്കവും ഉത്സാഹവും വർദ്ധിച്ചു. കാരണം ഇവരൊക്കെ അനുഭവിക്കുന്ന ധാരാളം രോഗത്തിന്റെയും പ്രതിസന്ധികളുടെയും നടുവിൽ സമാധാനത്തോടെ ജീവിക്കുന്ന അവരെ കണ്ട് ഇവരുടെ ഹൃദയം നിറഞ്ഞു പോയി. കൊർന്നല്യോസിന്റെ ഭവനം, അവിടെ ദൈവത്താൽ പത്രോസ് ചെയ്ത വീര്യപ്രവൃത്തി ഒരപശബ്ദവും പറയാനുണ്ടായിരുന്നില്ല. ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ന്റെ 44 മുതൽ 48 വരെയും 11-ന്റെ 1 മുതൽ 18 വരെയും ഈ ഭാഗങ്ങൾ രണ്ടും വളരെ കൃത്യമായി പത്രോസിലൂടെ ജാതികളുടെ അത്ഭുതം പ്രവർത്തിച്ച കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 10-ന്റെ 1 മുതൽ കാണുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഈ ഭാഗത്ത് ജാതികളിൽ നിന്നുള്ള വിടുതൽ, അത് ജാതികളിൽ നിന്നുള്ള സ്നാനം, ആ കാര്യപരിപാടി ആദ്യമായി നിർവഹിച്ചത് പത്രോസാണ്. അതൊരു വലിയ പ്രവൃത്തിയായിരുന്നു. കാരണം ഒരു യഹൂദനും ആ തുപ്പട്ടി ദർശനം, ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. തുപ്പട്ടി ദർശനം പൗലോസിന് ലഭിച്ചൊരു ദർശനമാണ്, ഒരു പുതിയ സംരംഭത്തിന്റെ തുടക്കം. ജാതികളിൽ നിന്ന് സ്നാനപ്പെട്ട് സഭയോട് ചേർത്ത പത്രോസിലൂടെ ദൈവം പത്രോസിന് കൊടുത്ത ഒരു അധികാരമുണ്ട്. നമ്മൾ അടുത്തത് വായിക്കും. ആ അധികാരം ഉപയോഗിച്ച് പത്രോസ് ജാതികൾക്ക് വാതിൽ തുറന്നു കൊടുത്തു. പത്രോസ് ജാതികൾക്ക് വാതിൽ തുറന്നു കൊടുത്തു. 12-ാം അധ്യായത്തിൽ പത്രോസിന് ദൂതന്മാർ വാതിൽ തുറന്നു കൊടുത്തു. എന്നാൽ 10-ാം അധ്യായത്തിൽ ജാതികൾക്ക് പത്രോസിലൂടെ വാതിൽ തുറന്നു കൊടുത്തു. ആർക്ക്? ജാതികൾക്ക്. അതൊരു വലിയ സംഭവമായിരുന്നു. അതിന്റെ ദർശനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തെ കുറിച്ച് നമ്മൾ 10-ാം അധ്യായം പഠിക്കുമ്പോൾ പറയാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പത്രോസിലൂടെ ദൈവം ചെയ്ത ചില വീര്യപ്രവൃത്തികൾ, പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം ചില പ്രവൃത്തികൾക്ക് വേണ്ടി എങ്ങനെയെല്ലാം പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. കാരാഗൃഹത്തിലായിരുന്ന പത്രോസിനെ ജയിലിന് പുറത്തു കൊണ്ടുവന്നു. രോധ എന്ന് പറയുന്ന പെൺകുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സംഘത്തിന്റെ നടുവിൽ ഇതാ പത്രോസ് നിൽക്കുന്നു. 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, കാരാഗൃഹത്തിൽ കിടന്ന പത്രോസും യോഹന്നാനും ഇതാ ദൈവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. അവർക്കത് ചിന്തിക്കാനേ കഴിഞ്ഞില്ല. ദൈവം പത്രോസിനെ കൊണ്ട് ധാരാളം പ്രവൃത്തികൾ ചെയ്ത് സഭയെ വളർത്തി. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ ധാരാളം അത്ഭുതങ്ങൾ നടത്തി സഭയെ വളർത്തി.
ദൈവം പത്രോസിനെ കൊണ്ട് അടയാളങ്ങളും അത്ഭുത പ്രവൃത്തികളിലൂടെ സഭയെ വളർത്തി. പത്രോസ് ദൈവത്താൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവം പത്രോസിലൂടെ അത്ഭുതം പ്രവർത്തിച്ചു. പത്രോസ് ദൈവത്താൽ അത്ഭുതം പ്രവർത്തിച്ചു. ആർക്കു വേണ്ടി? അവന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി. ദൈവം ഉപയോഗിക്കുന്ന ഒരു ഭൃത്യൻ അവൻ ദൈവത്തെയും ഉപയോഗിക്കും. നമുക്കുള്ള കുഴപ്പം എന്താണെന്നറിയാം? നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുകയല്ലാതെ ദൈവത്തിന് ഉപയോഗിക്കാൻ നമ്മളെ കിട്ടില്ല. നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ദൈവത്തെ ഉപയോഗിക്കും. മക്കൾക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി എന്ന് വേണ്ട നമ്മുടെ സർവത്ര കാര്യങ്ങൾക്കും വേണ്ടി നാം ദൈവത്തെ ഉപയോഗിക്കും. എന്നാൽ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ കിട്ടില്ല. ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ലഭ്യമാകണം. ഇവിടെ ജാതികൾക്ക് വേണ്ടി പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. ജാതികൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. 9ാമത്തെ കാര്യം ഇതാണ്. 9 യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. പത്രോസിനെ സഭയുടെ താക്കോൽ ഏൽപ്പിച്ചു, ലീഡറാക്കി. നേതൃത്വം അവന് വന്നു കിട്ടി. 12 അപ്പോസ്തലന്മാരുള്ളതിൽ അവരുടെ എല്ലാം നേതൃത്വം, സഭയുടെ സുപ്രമസി അത് പത്രോസിന് കൊടുത്തു. പത്രോസിന് ആ താക്കോൽ ലഭിച്ചു. സഭയിൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പത്രോസിനെ വിശ്വസ്തനെണ്ണി അവന്റെ സ്നേഹത്തെ അളന്ന്, അവന്റെ വിശ്വസ്തതയെ അളന്ന് വലിയൊരു ചുമതല പത്രോസിനെ ഏൽപ്പിച്ചു. യോഹന്നാനെ അല്ല, അന്ത്രയോസിനെ അല്ല, പത്രോസിനെ ഏൽപ്പിച്ചു. പത്രോസിന്റെ ഹൃദയം അറിഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ 9 തലത്തിൽ പത്രോസ് അടയാളങ്ങളായും അത്ഭുതങ്ങളായും പത്രോസിലൂടെ ദൈവം പ്രവർത്തിച്ചു. പത്രോസ് ദൈവത്തെ ഉപയോഗിച്ചു. ധാരാളം പ്രവൃത്തികളിലൂടെ സഭയെ വളർത്തി. ചുരുക്കി പറഞ്ഞാൽ പത്രോസ് ഒരു അത്ഭുതമായിരുന്നു. പത്രോസ് തന്നെ ഒരു അത്ഭുതമാണ്. പത്രോസിന്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഈ പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ 9 അത്ഭുത പ്രവൃത്തികൾ. പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ 9 അത്ഭുത പ്രവൃത്തികൾ. ഇവയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്, കേട്ടത്. ഈ പ്രവൃത്തികൾ 2 തരത്തിലാണ്. യഹോവയായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് പത്രോസിന് ഉപയോഗിച്ചു. പത്രോസ് കർത്താവിന് ഉപയോഗിച്ചു. സബീത, കുമി, സബീതയെ എഴുന്നേൽക്ക. അവിടെ പത്രോസ് യേശുവിന്റെ നാമം പത്രോസ് ഉപയോഗിച്ചു. അതേ സമയത്ത് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ യേശു പത്രോസിനെ ഉപയോഗിച്ചു. പത്രോസിനെ അയച്ചു. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള അന്തരം. 2 പ്രകാരത്തിലാണെങ്കിലും പത്രോസ് ഒരു അത്ഭുതമായിരുന്നു. പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. കണ്ടില്ല.